അതിലെന്നു മുതലാ നീ നിന്റെ മക്കളെ കൂടി കുട്ടി മുക്കിയാൽ ആശാനെ തൊട്ട ആ കഴിഞ്ഞാൽ പറ്റും വെട്ടടാ. അണ്ടാശാനെന്താ തെണ്ടിത്തരം പറയാമോ? തെണ്ടിത്തരമല്ല, സത്യം. എന്താ സത്യം? ഇക്കഴിഞ്ഞ 10-ാം തീയതി ബാംഗ്ലൂരിലെ രജിസ്റ്റർ ഓഫീസിൽ ഒരു കല്യാണം നടന്നു. ഈ നിൽക്കുന്ന ആശാന്റെ മകൻ ജോസഫ് നീലനും നിങ്ങളുടെ മകൾ രാധിക ചന്ദ്രനും തമ്മിൽ സാക്ഷികൾ ചന്ദ്രൻ ചന്ദ്രചോലയും ചെണ്ടപ്പരമനും. അന്ന് അവിടെ വെച്ച് എഴുതിയ നാടകം ഈ രംഗത്ത് തകർത്തഭിനയിക്കുകയായിരുന്നു നിങ്ങൾ. ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കാനിരുന്ന നവദമ്പതികൾക്ക് ബുക്ക് ചെയ്ത ഫ്ലാറ്റിന്റെ രജിസ്ട്രേഷനാണ് മറ്റന്നാൾ, അല്ലേ? ജോസഫിനയക്കുന്ന പകുതി പൈസയും നിന്റെ മകൾ രാധികയെന്ന് കൈപ്പറ്റി നടന്നിട്ടും ഞാൻ മിണ്ടാതിരുന്നത് അവനോടൊപ്പം അവളും പഠിച്ചു നന്നായിക്കോട്ടെന്ന് കരുതിയ. പക്ഷേ ഒന്നും കൂടി അറിയാൻ വൈകി. എന്നെയും ആശാനെയും ഈ നാട്ടുകാരെ പറ്റിച്ച കാശിവൻ നേർച്ചിട്ടിരുന്നത് കെട്ടിത്തീർത്ത നിങ്ങളുടെ മൂത്ത മകൾ ടൗണിൽ നടത്തുന്ന ഫാൻസി കളികളാണെന്നുള്ള കാര്യം. അതെന്റെ സ്വന്തം കാര്യം. അതിലൊരു തെണ്ടി ഇടപെടും. കാരണം അതിനൊക്കെ വേണ്ടി നീ ഉണ്ടാക്കി വെച്ച കടത്തിന്റെ പങ്ക് വിട്ടണത് ഞാനാ. ബാങ്കിലെ 14 ലക്ഷത്തിന്റെ കടത്തില് 6 ലക്ഷം നിനക്ക് വേണ്ടി വാങ്ങിയതാ. സ്വന്തവും ബന്ധവും അവകാശം പറഞ്ഞുറപ്പിക്കുന്നതിന് മുൻപ് തനിക്കതിനുള്ള അർഹതയുണ്ടെന്ന് കൂടി അറിയണം. വേണ്ട വേണ്ട സാലേ, ഇനിയും ഇതവൻ അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് എല്ലാം അറിയാം. തട്ടിയെടുത്ത് ഇയാളെ അമ്മയെ കൊന്നു. രക്തത്തിനും അറിയാതെ തെണ്ടി ഒരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞു. ഞാൻ ഇനിയും പറയും. അറിയട്ടെ, എല്ലാവരും അറിയട്ടെ. മകന്റെ മനസ്സിൽ ദുഷ്ടനായ നീലകണ്ഠന്റെ കഥ എല്ലാവരും അറിയട്ടെ. നീ പറഞ്ഞില്ലേ, ഹെൽസമ്മ എന്ന നാടക നടി നീലകണ്ഠൻ ആശാന്റെ മണിയറയിലേക്ക് കടന്നു വന്നത് 1.5 വയസ്സുള്ള കുട്ടിയുമായെന്ന്. അത് തെറ്റി. 2.5 വർഷക്കാലം എന്നോടൊരുമിച്ച് ജീവിച്ചിട്ടും അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഹെൽസമ്മ പ്രസവിക്കില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയപ്പോ 7ഉം 5ഉം വയസ്സുള്ള 2 കുട്ടികളെ ഞങ്ങൾ ദത്തെടുത്തു. മൂത്തവനെ പരമേശ്വരനെന്നും ഇളയവനെ ജോസഫ് എന്നും വിളിച്ചു. കൊഞ്ചിച്ചും മോഹനിച്ചും താലോലിച്ചും മതി വരാതെ അവൾ ഈ ലോകത്തിന് യാത്രയാവുമ്പോ നിനക്ക് പ്രായം 7.5, നിന്റെ അനിയൻ ജോസഫിന് പ്രായം 5.5. അവളെ ഏൽപ്പിച്ചു പോയ 2 അനാഥ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പിന്നീടുള്ള കാലം ആശാൻ ജീവിച്ചു. പരമ, അന്നും ഇന്നും കലവറയിലാണ് നിങ്ങളെ സ്നേഹിച്ചിട്ടുള്ള ഈ വളർത്തച്ഛൻ. അങ്ങനെയുള്ള ഈ മനുഷ്യരെ പറ്റിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയതായ? ചന്ദ്ര, പരമേശ്വര, ഞാൻ മറ്റേക്ക് വാങ്ങിയ കായ് 2 ആൾ വാങ്ങി വെക്കുന്നതായ. ആസാനെ, നിങ്ങൾ പറയും നമ്മളെന്താ ഇത്? അതവിടെ ഇരിക്കട്ടെ. അതിനുള്ള സ്ഥലം കൂടി ഞാൻ തരാം. അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ചോദിച്ചത് ഈ അറമ്പറപ്പുള്ള കാര്യം. ഈ നായകളെ കാണുമ്പോൾ നമുക്ക് വെറുതെ കേറുന്നുണ്ട്. ആസാനെ, നമുക്ക് കുറച്ച് ധൃതിയുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോ പോവാ, പിന്നെ കാണാം. ഭാസ്കര, ഈ അറമ്പറപ്പുള്ള വെറുതെ എടുത്തിട്ടേ. ചന്ദ്ര, നീലകണ്ഠനാശാന്റെ 1.5 ഏക്കർ സ്ഥലം 30 ലക്ഷം രൂപയ്ക്ക് ആചാർക്ക് വിറ്റു. അന്റെ കമ്മീഷൻ രമേശ്വര, ഇനി നിങ്ങൾക്ക് പോകാം. ഒരിക്കലും ഈ പടി ചവിട്ടിക്കയറാത്ത വിധം നിങ്ങൾക്ക് പോകാം. കടന്നുപോലും നായ്ക്കളെ. പോകാം. ഇനി ഒരിക്കലും തിരിച്ചു വരാതിരിക്കാം. 30 വർഷം സ്വന്തം മകനെ പോലെ പോറ്റി വളർത്തിയ ഈ അച്ഛന്റെ ഹൃദയത്തിന്റെ കാശ് എനിക്ക് വേണ്ട. ജീവിതത്തിൽ ഇന്നുവരെ തെറ്റുകൾ മാത്രം ചെയ്തു കൂട്ടി എനിക്ക് ഈ മനസ്സിന്റെ നന്മയും സ്നേഹവും തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കരുത്. ഈ ചെണ്ടപ്പറവനെ ശ്രമിക്കരുത്.
കമ്മീഷണറിന്റെ ജീവിതം. ആശാനെ വിട്ടുകിട്ടിയ ഈ കമ്മീഷൻ എനിക്ക് വേണ്ട. ജീവിക്കാനുള്ള പ്രകൃതി ഞാനെല്ലാം മറന്നു. ആശാനോട് ശ്രമിക്കണം. ചന്ദ്രേട്ടാ, തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല. ചെയ്ത തെറ്റുകൾ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാവുന്നത്. ഓർമ്മയുണ്ട് ആ ദിവസം? തോരാത്ത മഴ പെയ്ത ആ ദിവസം. അമ്മയുടെ ശവദാഹം കഴിഞ്ഞ് മനസ്സും ശരീരവും മരവിച്ച് ഞാൻ ഈ ഉമ്മറക്കോലായിൽ വന്നു കയറിയപ്പോ എന്നെ ചേർത്തണച്ചുകൊണ്ട് നീ പറഞ്ഞു, ക്ഷമിക്കണ്ട, ഞങ്ങളൊക്കെ ഉണ്ടേ. വീടൊരിക്കൽ പുഴയിലേക്ക് ആണ്ടുപോയ നിന്നെ ജീവിതത്തിന്റെ കരയിലേക്ക് പിടിച്ചു കയറ്റിയപ്പോഴും നീ എന്നോട് പറഞ്ഞു, മറക്കില്ല, ഒന്നും മറക്കില്ല. അങ്ങനെയുള്ള എന്നെ മറന്നിട്ട് 30 വർഷക്കാലം സ്വന്തം മക്കളെ പോലെ നമ്മളെ സ്നേഹിച്ച ഈ അച്ഛനെ പറഞ്ഞിട്ട് ഞങ്ങളോട് യാത്ര പറഞ്ഞു പോകാൻ പറ്റുമോ? അതിലേക്ക് കഴിയില്ല, കഴിയില്ലടാ. ചന്ദ്ര, മക്കളെ, ഒരുപാട് രംഗങ്ങൾക്ക് പടം വരച്ചവനായി നീലകണ്ഠൻ ദുഃഖങ്ങളും ദുരിതങ്ങളും തീമഴയായി പെയ്തിറങ്ങിയപ്പോഴും അണപൊട്ടി ഒഴുകിയ കണ്ണീർ ചാലുകളിൽ സ്വത്വത്തിന്റെ ചായക്കൂട്ടുകൾ ഒഴിച്ചുപോയപ്പോഴും ഈ നീലകണ്ഠൻ കണ്ടത് ഇതുപോലുള്ള സ്വപ്നമായിരുന്നു. ജീവിതത്തിന്റെ ക്യാൻവാസിൽ നമ്മളെല്ലാവരും ഒരുമിക്കുന്ന ഇതുപോലുള്ളൊരു രംഗമാണ്. കല്ലുപോൽ തോന്നാ